കോഴിക്കോട് മാൻഹോളിൽ വീണ് മരണം. മാൻഹോൾ വൃത്തിയാക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ പാലത്തിൽ സ്വദേശി സിറാജാണ് മരണപ്പെട്ടത്. ഒപ്പമുണ്ടായിരുന്ന പാലത്തിൽ സ്വദേശി സുനിലിനെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, ഈ മാൻഹോൾ വൃത്തിയാക്കുന്ന ജോലി എന്ന് പറയുന്നത് ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണ്, വളരെ പ്രയാസത്തോടെ ചെയ്യേണ്ട ഒന്നാണ്. അപ്പോൾ ഈ അപകടം എങ്ങനെയാണ് സംഭവിച്ചത്? ഈ പരിക്കേറ്റയാളുടെ ആരോഗ്യനില എങ്ങനെയുണ്ട് അനഘ? ഈ മൂഴിക്കര സ്വദേശിയായിട്ടുള്ള സാഹിദിന്റെ ഉടമസ്ഥതയിലുള്ള ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിനോട് ചേർന്നാണ് ഈ മാൻഹോൾ ഉള്ളത്. ഇതൊരു വാട്ടർ ടാങ്ക് ആണ്. ഈ വാട്ടർ ടാങ്ക് വൃത്തിയാക്കുന്നതിന് വേണ്ടിയായിട്ട് പാലത്ത് സ്വദേശികളായിട്ടുള്ള സിറാജ് ഇവിടേക്ക് എത്തുന്നത്. ഏകദേശം 11 മണിയോടുകൂടി ഈ സിറാജ് ഇവിടേക്ക് എത്തുന്നു. ഈ വാട്ടർ ടാങ്കിൽ ഒരാൾക്ക് കഷ്ടിച്ച് ഇറങ്ങാൻ പറ്റുന്ന ഒരു കുഴിയാണ്. ആ കുഴിയിലേക്ക് ഇറങ്ങിയതിന് ശേഷം പിന്നീട് ചില ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെടുകയും അവിടെ നിന്ന് തിരിച്ചു കയറാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് ഈ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ കാണുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇവിടെ അടുത്ത് തന്നെ ഒരു പാർസൽ സർവീസ് നടത്തുന്ന ഈ പാലത്ത് സ്വദേശി തന്നെയായിട്ടുള്ള സുനിൽ ഉടൻ തന്നെ ഈ ഭാഗത്തേക്ക് എത്തുന്നു. ഈ ആളുകളൊക്കെ തന്നെ ഇതിലേക്ക് ഇറങ്ങരുത് എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഒരു ജീവൻ രക്ഷിക്കേണ്ട വ്യഗ്രതയിൽ അദ്ദേഹം കൂടി ഈ കുഴിയിലേക്ക് ഇറങ്ങുകയും ചെയ്യുന്നു. ആ കുഴിയിൽ ശ്വാസം കിട്ടാത്ത ഒരവസ്ഥയും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഇരുവരും അതിൽ അകപ്പെടുന്നു. ഉടൻ തന്നെ ഈ പ്രദേശത്തെ ആളുകൾ ഫയർഫോഴ്സിനെ വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഉണ്ട്. ചേട്ടാ, എന്തായിരുന്നു ആ സമയത്ത് സംഭവിച്ചത്? ഒരു 11:30 മണിയാവും. പഞ്ചായത്ത് പ്രസിഡന്റാണിത്. 11:30 മണിയാവും. ആ സമയത്താണ് ഇതിൻ്റെ അടിയിൽ സ്ലാബ് പൊളിക്കാൻ വേണ്ടി, സ്ലാബിൻ്റെ അടിയിൽ പലക പൊളിക്കാൻ വേണ്ടി ഒരാൾ ഇറങ്ങി. അപ്പോൾ അയാൾ അതിൻ്റെ അകത്ത് സിറാജ് ഇറങ്ങി. അയാൾ അതിൻ്റെ അകത്ത് ഓക്സിജൻ കിട്ടാതെ വീണ് അല്ല, അപ്പോൾ ഞങ്ങളെന്താ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. ഞാൻ അടുത്ത പീഡിയക്കാരനാണല്ലോ, അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ. കണ്ടിട്ടില്ല, ഓട്ടോറിക്ഷ ഡ്രൈവർമാരാണ് കണ്ടത്. അന്ന് പോലെല്ലാം കൂടി ഇയാളെ രക്ഷിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അപ്പോൾ ഓലെ കൂടെ പണിക്കാരെ ഒരാളെ ഇറങ്ങാമെന്ന് പറഞ്ഞു. കാരണം അയാളെ കയറിയിട്ട് ഞങ്ങൾ ഇറക്കി. അന്നപ്പോൾ അയാൾക്ക് ശ്വാസം കിട്ടുന്നില്ല. ശ്വാസം കിട്ടുന്നില്ല, വലിച്ച് കയറ്റി ഞങ്ങൾ അയാളെ കയറ്റി. അന്നപ്പോഴത്തേക്ക് ഇവിടെ ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഇപ്പം മീൻചന്തന്ന് വരണമല്ലോ ഫയർഫോഴ്സ്, അല്ലേ? അത്രയും കുറേ ദൂരം അല്ലേ, ഒരു 10-20 മിനിറ്റ് ആവില്ല പോലെ എത്താൻ ഇവിടെ. അങ്ങനെ അപ്പോൾ ഇത് കേട്ടറിഞ്ഞ് ഇവിടെ ഒരു കൊറിയർ സർവീസ് ഉണ്ട്. അവിടെയുള്ള ഒരു ആളാണ് വിശ്വനാഥൻ കേട്ടാ വന്ന്. അപ്പോൾ അയാളോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇറങ്ങി, അയാളും വീണ്. അപ്പോഴത്തേക്ക് ഫയർഫോഴ്സ് വന്ന് അതുപോലെ ഈ ഓക്സിജനൊക്കെ അടിച്ച് കയറ്റിയത് കൊണ്ടാണ് മോനെ രക്ഷിച്ച് ജീവനത്തോടൊക്കെ കിട്ടിയത്. എല്ലാം മോനെ കിട്ടൂല, അതാണ് സ്ഥിതി. ഇതാണ് സംഭവിച്ചത്. അതായത് ഇന്ന് ഫയർഫോഴ്സ് ഇവിടെ ഈ സംഭവം നടന്നതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഫയർഫോഴ്സ് എത്തിയത് എന്നുകൂടി പറയുന്നുണ്ട്. അതായത് നേരത്തെയൊക്കെ തന്നെ കോഴിക്കോടിനെ സംബന്ധിച്ച് എപ്പോഴും ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് ഈ ഫയർഫോഴ്സ്, ഈ നഗരത്തിൽ ഫയർഫോഴ്സ് ഇല്ല, മീഞ്ചന്തയിൽ നിന്നടക്കം എത്തണം എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ പരിക്കേറ്റിട്ടുള്ള ഈ സുനിൽ, രക്ഷപ്പെടുത്താനായി ഇറങ്ങിയ സുനിൽ ഇപ്പോൾ ആരോഗ്യനില തൃപ്തികരമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഈ കുഴിയിൽ വീണാണ് ഒരു ജീവൻ നഷ്ടമായിട്ടുള്ളത്. ഇത്തരത്തിൽ ഈ ഒരാൾക്ക് മാത്രം ഇറങ്ങാൻ കഴിയുന്ന ഒരു കുഴിയാണ്. ഈ കുഴിയിലാണ് സിറാജ് എന്ന് പറയുന്ന ആൾ ഇറങ്ങിയത്. ഇത് വൃത്തിയാക്കാൻ വേണ്ടിയായിരുന്നു ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഇറങ്ങിയത്. അപ്പോഴാണ് അതിദാരുണമായിട്ടുള്ള ഈ ഒരു സംഭവം നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി തൊട്ടടുത്ത പാർസൽ സർവീസിൽ നിന്ന് ഒരാൾ അതിവേഗം ഓടിയെത്തി. അയാളും ഈ കുഴിയിലേക്ക് ഇറങ്ങിയിരുന്നു. ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തിയത് കൊണ്ടാണ് ആ 2 ജീവൻ ആ ജീവന് അപകടമൊന്നും സംഭവിക്കാത്തത്. എന്തായാലും ഈ അപകടത്തിൽ പരിക്കേറ്റ ആളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ശരി, അനഘയാണ് വളരെ ദൗർഭാഗ്യകരമായ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും സിറാജിന് ജീവൻ നഷ്ടമായി. അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടി ആ മാൻഹോളിലേക്ക് ഇറങ്ങിയതായിരുന്നു സുനിൽ. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ് എന്നുള്ളതാണ് ഏക ആശ്വാസം.